Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച ലോ വേസ്റ്റ് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് സാരി ഉടുത്ത് പഠിക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് സാരി ഉടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പഠിക്കാം. സാരിക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഒരു അണ്ടർ സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സാരി ഒന്ന് പ്രീ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പല്ലു പോർഷനാണ് നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്യുന്നത്. പല്ലു പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിലേക്ക് വരുന്ന ആ ഒരു പോർഷനാണ് പല്ലു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആ ഒരു പോർഷൻ മാത്രം പ്ലീറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ സാരി ഉടുക്കുന്നവരാണെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു പല്ലു പോർഷൻ്റെ ലെങ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ഒന്ന് ഷോൾഡറിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാരി വന്നിട്ട് ലെങ്ത് വളരെ കുറവാണ്. അപ്പം ഇതുപോലെ ലെങ്ത് കുറവുള്ള സാരിക്കും നമുക്ക് മാക്സിമം പ്ലീറ്റ് ഇട്ട് സാരി ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഈ ഒരു ഡ്രേപ്പിംഗ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പല്ലു പോർഷൻ നമ്മൾ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഉടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അണ്ടർ സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹീലുള്ള ചെരുപ്പിടുന്നവരാണെങ്കിൽ ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി ഉടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സാരി ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ലെങ്ത് ഉള്ള സാരി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് കയറ്റിയതിന് ശേഷം നമുക്കൊന്ന് അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യാവുന്നതാണ്. ഇത് ലെങ്ത് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് നമ്മുടെ വയറിൻ്റെ കുറച്ച് ഇപ്പുറത്തെ പോർഷനിൽ നിന്നാണ് ടക്കിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ കംപ്ലീറ്റ് പോർഷനിലേക്ക് ഇതുപോലെ ഒരു ചുറ്റൊന്ന് ചുറ്റിയതിന് ശേഷം നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു പല്ലു പോർഷൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഷോൾഡറിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷനിലേക്ക് വരുന്ന പ്ലീറ്റ്സ് എല്ലാം നല്ല രീതിക്ക് ഒന്നും കൂടെ പിടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് നമ്മുടെ ആ ഒരു ചെസ്റ്റ് കവറാകുന്ന രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ വരുന്ന ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ഇതുപോലെ ഒരു ചുറ്റൊന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റിയതിന് ശേഷം നമ്മുടെ ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാരിക്ക് ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് പ്ലീറ്റ്സ് മാത്രമേ നമുക്ക് ഈ ഒരു ഹിപ്പ് പോർഷനിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ടിപ്സ് പറയുന്നത്. ഇതുപോലെ നന്നായിട്ട് വലിച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് അണ്ടർ സ്കേർട്ടിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വലിച്ചതിന് ശേഷം ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. ആ ഒരു കംപ്ലീറ്റ് പോർഷനും ഒരു ഫാബ്രിക് പോലും വിടാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ലെങ്ത് ഉള്ള സാരി ആണെങ്കിൽ നമുക്ക് നല്ല വലിയ പ്ലീറ്റ്സ് എടുത്താലും ഒത്തിരി നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. പക്ഷേ ഇത് ഒട്ടും ലെങ്ത് ഇല്ലാത്ത സാരി ആയതുകൊണ്ട് തന്നെ വളരെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് മാത്രമാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയും പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുട്ടി കുട്ടി പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും ലെങ്ത് കുറവുള്ള സാരി ഉണ്ടെങ്കിൽ, നമ്മൾ ഉടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ള സാരി ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ സാരി ഉടുത്ത് നോക്കുക. നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ല പ്ലീറ്റ്സോടെ തന്നെ സാരി കിട്ടും. ഇനി നമ്മുടെ ഹിപ്പ് പോർഷനിൽ നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ആദ്യത്തെ ഈ ഒരു പ്ലീറ്റ് മാത്രം ഞാനൊന്ന് എടുത്തതിന് ശേഷം നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ ആ ഒരു ഹിപ്പ് പോർഷനിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അധികം ഫാബ്രിക് ഒന്നും വേസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ഫാബ്രിക് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും ലെങ്ത് ഇല്ലാത്ത സാരിയാണെന്ന് നമുക്ക് അറിയാനേ പറ്റത്തില്ല. നല്ല ലെങ്ത് ഉള്ള സാരിയുടെ അത്ര ഭംഗിയോടെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്ര പോർഷൻ മാത്രമേ നമുക്ക് ബാക്കി വന്നിട്ടുള്ളൂ. അത് നമുക്ക് ബാക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലെങ്ത് ഇല്ലാത്ത സാരി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സും കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് പ്ലീറ്റ്സും ചേർത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പ്ലീറ്റ്സ് അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കും. വേറെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നമ്മൾ എത്ര സമയം സാരി ഉടുത്തിരുന്നാലും നല്ല രീതിക്ക് തന്നെ അങ്ങനെ ഇരുന്നോളും. അതിനുശേഷം നമ്മുടെ മുകളിലേക്കുള്ള പ്ലീറ്റ്സ് ആണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മുകളിലുള്ള ആ ഒരു പല്ലു പോർഷൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രണ്ട്
പോർഷനിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം ഇതുപോലെ കൈ വെച്ച് ഓരോരോ പ്ലീറ്റ്സായിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു അകത്ത് വരുന്ന ആദ്യത്തെ ഒരു പ്ലീറ്റ് മാത്രം ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വലിച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മുടെ ആ പ്ലീറ്റ്സൊക്കെ ഉള്ളിലേക്ക് വെച്ച് പിൻ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഏതൊരു ബോഡി ടൈപ്പുള്ള ആളുകൾക്കും നല്ല ഷേപ്പിൽ തന്നെ സാരി ഉടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണിത്. നമ്മുടെ ഈ ഒരു പല്ലു പോർഷൻ നന്നായിട്ട് വലിച്ചു വെച്ച് നമ്മുടെ ആ ഒരു ബോഡി നമ്മുടെ ആ ഒരു സ്ട്രക്ചർ കാണുന്ന രീതിക്ക് തന്നെ ഇതുപോലെ നന്നായിട്ട് വലിച്ചു വെച്ചതിന് ശേഷം പിൻ വയ്ക്കുക. നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു ബോഡി ഷേപ്പ് നല്ല വണ്ണമുള്ള ആളുകൾക്കാണെങ്കിലും നല്ല മെലിഞ്ഞ ആളുകൾക്കാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സാരി കിട്ടും. അപ്പോൾ ഒട്ടും ലെങ്ത് ഇല്ലാത്ത സാരി പോലും നല്ല പ്ലീറ്റ്സോടെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന ആൾക്ക് പോലും ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഇതുപോലെ കുറച്ച് ടിപ്സ് മാത്രം യൂസ് ചെയ്ത് നല്ല രീതിക്ക് സാരി ഉടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും ടിപ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പട്ട് സാരി അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള സാരിയൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ തലേ ദിവസം തന്നെ നമ്മുടെ ആ ഒരു പല്ലു പോർഷൻ പ്ലീറ്റ് ചെയ്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ നേരത്തെ തന്നെ പ്ലീറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ലോ വേസ്റ്റ് സാരി ഉടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു അണ്ടർ സ്കേർട്ട് നമ്മുടെ വയറിൻ്റെ നല്ല താഴ്ത്തി കെട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ ആ ഒരു ലോ വേസ്റ്റ് സാരി കറക്റ്റ് ആ ഒരു ഡ്രേപ്പിംഗ് ആ ഒരു ഭംഗിയോടെ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് താഴ്ത്തി തന്നെ നമ്മുടെ ബെല്ലി ബട്ടൻ്റെ താഴെ അണ്ടർ സ്കേർട്ട് കെട്ടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊരു ഫാബ്രിക് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ബോഡി ഷേപ്പ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ഇതേ രീതിക്ക് തന്നെ സാരി ഉടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. നല്ല വണ്ണമുള്ള ആളുകൾക്കാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് സാരി ഉടുത്ത് നല്ല ഭംഗിയോടെ തന്നെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒട്ടും ലെങ്ത് ഇല്ലാത്ത സാരി ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.